ഹായ്, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാനും രതീഷും കൂടിയിട്ടുണ്ട് വന്നത്. രതീഷ് ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണലുണ്ട്. അപ്പോൾ ആ തണൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നതാ. അത് ശരി. പാലക്കാട് ഒക്കെ നല്ല ചൂടാണല്ലോ. പാലക്കാട് നല്ല ചൂടാണ്. ഇതിപ്പോൾ മലപ്പുറം ജില്ലയാണല്ലോ അല്ലേ? ഇത് മലപ്പുറം ജില്ല. ഈ ക്ഷേത്രം ഏതാണ്? ഞാൻ വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി. നല്ല അന്തരീക്ഷമാട്ടോ ഇവിടെ. ഇതാണ് അസുര മഹാകാള ക്ഷേത്രം. സ്ഥലം കക്കിടിപ്പുറം അല്ലേ? മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അവിടെയാണ്. ആ, നമ്മുടെ പാലവും എന്നുള്ള പാട്ടൊക്കെ പാടിയ ജിതേഷ് കക്കിടിപ്പുറം ഉണ്ടായിരുന്നു. ജിതേഷ് ചേട്ടൻ അറിയില്ലേ? അദ്ദേഹമൊക്കെ ഇവിടെ തന്നെയാണല്ലോ അല്ലേ? അതെ. അദ്ദേഹം ഞാൻ അറിയില്ല കേട്ടോ. ഇല്ലല്ലേ? അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്, നാടൻ പാട്ട് കലാകാരനാണ്. അതെ. അദ്ദേഹം മരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇവിടെ. അവ ഇപ്പൊ എങ്ങോട്ടോ പോയെടുക്കാണ്. അപ്പൊ അവന് വരവും കാത്തിരിക്കാൻ ഞാൻ. രതീഷ് ലൊക്കേഷൻ തെരഞ്ഞു പോയിരിക്കോ. അപ്പൊ അതുവരെ ഈ അമ്പലത്തിന്റെ സൗന്ദര്യങ്ങൾ ഞാൻ ആസ്വദിച്ചിരിക്കാണ് ഇവിടെ. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ആ തണുപ്പൊക്കെ ആസ്വദിച്ചിരിക്കട്ടെ അല്ലേ? ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് എന്ത് തോന്നിയത്? ഇങ്ങനത്തെ മരങ്ങളൊക്കെ കണ്ടപ്പോഴേ, ഇത്ര മരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ? ഇത്ര വലിയൊരു പാലമരം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇങ്ങനത്തെ ഒരു പാലക്കപ്പീടിയ സെന്ററിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മുറിച്ചല്ലോ അല്ലേ? കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊമ്പൻ ജില്ലക്ക് മുറിച്ചാക്കണോ? ആലിഞ്ചോട്ടിലല്ലേ? ആലിഞ്ചോട് പറഞ്ഞ സ്ഥലത്തല്ലേ പാലക്കപ്പീടിയ? കൂറ്റനാടിന്റെയും പടിഞ്ഞാറങ്ങാടിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പാലക്കപ്പീടിയ. പാലക്കപ്പീടിയല്ലേ? അവിടെ പാലുണ്ട്. അത് അതിനായിട്ടും വലിയ പാലിട്ടത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പാലയുടെ മീതെ വേറെ പേരാലുണ്ട്. പേരാലൊക്കെ ചുറ്റിപ്പണിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഫോർമേഷൻ ഉണ്ട്, റൂട്ട് ഫോർമേഷൻ. ഇത് ശരിക്കും വേരല്ല അല്ലേ? പേരാലിൻ്റെ വേട് എന്നാ പറയാം കേട്ടോ. താഴത്തേക്ക് ഇറങ്ങി കുത്തുവേരെന്ന് പറയും. അതായത് ഇവര് ചില്ലകൾ ഒടിയാതിരിക്കാൻ, ഭാരം വന്നിട്ട് പൊട്ടാതിരിക്കാൻ സ്റ്റേ തന്നെ കൊടുക്കണം. പ്രകൃതി നൽകി അനുകരിച്ചിട്ടുള്ള ഒരു കഴിവാണ് വൃക്ഷത്തിൻ്റെ. ഇവിടെ ഒട്ടേറെ സ്ഥലത്ത് പാലമരങ്ങൾ തന്നെ കേട്ടോ നിൽക്കുന്നത് അല്ലേ? കണ്ടോ? ഇതാ രതീഷ് അവിടെ ഇരിക്കുന്നത്. ഹായ്, വല്ലാതെ ആടണ്ടട്ടാ. അപ്പോൾ നമുക്ക് 2 വാക്ക് രതീഷിനോട് ചോദിക്കട്ടോ. ഓക്കെ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആടുകയാണല്ലേ? നല്ല രസമുണ്ടല്ലേ? പിന്നെ ഇപ്പൊ ഞാൻ ബാബുളിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് ഈ സ്ഥലം അറിയില്ലായിരുന്നു. നിങ്ങളാണിപ്പോൾ ഈ സ്ഥലം പരിചയപ്പെടുത്തിയത്. ഞാൻ 24 മീഡിയയിൽ അതിലുണ്ട്. ആ ചാനൽ നിങ്ങളുടെ ചാനലിൽ ഇട്ടുണ്ടല്ലേ? ആ ചാനലിൽ ഇതിനെ കുറിച്ച് ഫുള്ള് വീഡിയോസ് ഇട്ടുണ്ടല്ലേ? അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടി ഒന്ന് വീക്ഷിക്കുക കേട്ടോ. അതിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ചും രതീഷ് പാലക്കൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഈ സംഭവം ഞാൻ കണ്ടില്ല കേട്ടോ. അതായത് ഈ മരത്തിൻ്റെ ഞാനിപ്പോൾ വന്നപ്പോഴത് കാണുന്നത്. അതെയോ? വളരെ രസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പാലമരങ്ങൾ ഇങ്ങനെ നിലമുട്ടി, അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സഹകരണം കൊണ്ടാണ് ഈ കൊമ്പുകളൊക്കെ നിൽക്കുന്നത്. ചില്ലകളൊക്കെ എപ്പോഴോ മുറിച്ച് മാറ്റിയിട്ടുണ്ടാവും. അതായത് പ്രകൃതിയോട് സ്നേഹമുണ്ട്. ഇത് പൊട്ടൂല, നിലം മുട്ടി കഴിഞ്ഞാൽ പിന്നെ പൊട്ടൂല. രസമുണ്ടല്ലേ? നമുക്കിവിടെ വെച്ചിട്ടൊരു ആൽബം ഷൂട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ സൂര്യേട്ടനോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമുക്കൊരു ആൽബം ഷൂട്ട് ചെയ്യണം. നല്ലൊരു അടുത്ത ഓണത്തിനാവട്ടെ, പെട്ടെന്ന് വേണ്ട, വരുന്ന ഓണക്കാലത്താവട്ടെ. നല്ല ക്യാമറ ഫ്രെയിം പറ്റിയ നല്ല ഫ്രെയിമാണ് ഇവിടെ. എങ്ങോട്ട് തിരിച്ചാലും അടിപൊളിയാണ്. അയ്യോ, അടിപൊളിയല്ലേ? ഇവിടെ നിലം മുട്ടിയിരിക്കണു അല്ലേ? പിന്നെയും വളർന്നു പോണ്. അത് അങ്ങോട്ട് പോവായിരുന്നു തോന്നുന്നു. അവിടെ മുറിച്ചിരിക്കുന്നു. എന്താല്ലേ ആ മരത്തിന്റെ ഒരു കഴിവ് നോക്കി. കലാപഠന കേന്ദ്രം അല്ലേ? കുട്ടികൾക്ക് നൃത്തം അഭ്യസിക്കാൻ.
ഇതെനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിട്ടോ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അടിപൊളി. ഞാനിത് വരാം. ഇതുപോലുള്ള ഈ വേരല്ലേ ഇത്? ആ ഈ വേരിനെന്താ പറയാ? താഴ്വേര്, കുത്തുവേര് കുത്തുവേര്, അല്ലെങ്കിൽ വേട്. വേട്. ഇത് വണ്ണം വെച്ചിട്ടാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ആ വന്നിരിക്കുന്നത്. അതിന്റെ മേലുള്ള ഒരു പക്ഷികളെ കൊത്ത് കണ്ട അതാ. ആ വുഡ് ടേക്കറേ മരം കൊത്തി തുളച്ചുണ്ടാക്കും. ബാക്കിയുള്ള പക്ഷികളതിൽ വന്ന് താമസിക്കും. മൈന, തത്ത, ചിലര് പാമ്പും കയറി. പാമ്പും കയറിയിരിക്കും. ഇപ്പൊ പാമ്പുകളുടെ സീസണാണല്ലോ. അയ്യോ പറയല്ലേ അല്ലേ? എങ്ങനെ നോക്കിയാലും പാമ്പാ. വെള്ളിക്കട്ടൻ, വെള്ളിക്കട്ടനാണ്. വെള്ളിക്കെട്ടിനപ്പത്ത് താരം തോന്നും. മൂർക്കം പാമ്പ്. അതെന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചാൽ ഈ കുട്ടികളുടെ വീട്ടിലത്തെ രക്ഷിതാക്കന്മാർ നല്ലോണം ശ്രദ്ധിക്കണം. അവർ പായ, വിരിപ്പ്, പുതപ്പൊന്നും അങ്ങനെ തോന്നിയ പോലെ ഇട്ട് പോകരുത്. രാത്രി ആകുമ്പോൾ കിടക്കാൻ പോകുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് കുടഞ്ഞ് വിരിച്ചിട്ട് വേണം കട്ടിലിൻ്റെ അടിയിലോ കിടക്കയുടെ ഉള്ളിലോ തലോൻ്റെ ഉള്ളിലോ അതിനുള്ള പാമ്പുകൾ ഇരിക്കണ്ടോ എന്നുള്ള കാര്യം നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ജനവാതിൽ തുറന്നിടാം. പകൽ ജനവാതിലൊക്കെ തുറന്നിടുക. അതൊക്കെ തുറന്നിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറും. പക്ഷെ ശ്രദ്ധിക്കണം, എവിടെയും ചുരുണ്ടിരിക്കുന്നുണ്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ പുറത്തെ വായു കയറാനൊക്കെ നല്ലതാണ്. ഈ ചൂട് പുറത്ത് ജനലും വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള വായു കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലെ ചൂട് പുറത്തേക്ക് പോവും. അതിനാണ് നമ്മളിതൊക്കെ രാത്രി ആകുമ്പോൾ കംപ്ലീറ്റ് നോക്കണം. പുതപ്പ് നോക്കുക, കിടക്ക നോക്കുക, തലോണം നോക്കുക, വീട്ടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നോക്കിയിട്ട് രാത്രി ആകുമ്പോൾ സുഖമായി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇത് എവിടെയും കയറിയിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അങ്ങനെ നോക്കാത്ത കാരണമാണ് ഇത് സംഭവിച്ചത്. സന്ധ്യ നേരമല്ലേ ഇത് കേട്ടാ പാമ്പുകളൊക്കെ പിടിക്കാൻ വരിക. കൂടുതൽ വിഷപ്പാമ്പുകളൊക്കെ. ആ എന്താ കാര്യത്തിൽ ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ. അപ്പൊ അവർക്ക് അവരെ മാളത്തിൽ പറ്റുന്നില്ല, പുഴുക്കം തട്ടിയിട്ട്. അതാണ് അവര് പുറത്തിറങ്ങിയിട്ട് വരുന്നത്. അപ്പൊ എവിടെ നല്ല കിട്ടണ വെച്ചാൽ അവിടെ കയറി കിടക്കുകയാണ്. അങ്ങനെ അവർക്ക് ഭക്ഷണ ലഭ്യതയും കുറവാണ് മാളത്തിൽ ഇരുന്നാലേ. ഈ ചൂട് കാരണം തവളകളും പുറത്തേക്ക് ചാടും. അപ്പോൾ അവർക്ക് ഇര പിടിക്കാൻ എളുപ്പമാണ്. തവള അതിലൊക്കെ പുറത്തേക്ക് ചാടും. അതുകൊണ്ട് കൂടിയാണ് പാമ്പ് പുറത്തേക്ക് വരുന്നത്. രണ്ട് കാര്യമാണ്, ചൂടിന് രക്ഷപ്പെടാം, പിന്നെ ഇരയും കിട്ടും, കൂടുതൽ ഇരകളും. മിക്കവാറും എലി, പാറ്റ, പല്ലി ഒക്കെ നമ്മുടെ വീടുകളിലാണ് ഉണ്ടാവുക. അതാണ് വീടുകളിലേക്ക് പാമ്പ് വരുന്നതിൻ്റെ ഒരു രഹസ്യം. അത് നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കി സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ വരുന്ന അസുഖങ്ങളും ഈ പാമ്പുകൾ കാരണമൊക്കെ ഇല്ലാണ്ടാക്കാം. പല കാലത്ത് ആൾക്കാർ പറഞ്ഞ വിവരമായിട്ട് എനിക്ക് അറിയില്ലേ. അവർ മടയിൽ പുറത്തിറങ്ങുമ്പോൾ പറയുന്നത് ഇതികാലുള്ള മനുഷ്യന്മാരെ കാണിട്ട് അതൊരു മനുഷ്യരുണ്ടാക്കിയ ചൊല്ലാണ്. കറക്റ്റാണ്. കാരണം മനുഷ്യൻ തല്ലിക്കൊല്ലും കണ്ടല്ലേ. അവരെ കാണരുതെന്ന് പറഞ്ഞിട്ട് അവര് കാണരുത് പറഞ്ഞിട്ട് ഒരു മടയിൽ പുറത്തേക്ക് വരണം. എന്താ വെച്ചാൽ അവർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോകും. അല്ല, അവര് വെറുതെ നമ്മളെ ദ്രോഹിക്കില്ല, കൊത്തൊന്നുമില്ല. അത് മാത്രമേ അത് കോബ്രൊക്കെ വേദനിപ്പിച്ചാലേ കൊത്തുള്ളൂ. പക്ഷേ ഈ അണലി വേദനിപ്പിക്കുന്നു വേണ്ട, എങ്ങോട്ട് തിരിഞ്ഞ് കടിക്കും. അണലിനെ വേദനിപ്പിക്കണ്ട, നമ്മളടുത്ത് കൂടെ പോയാൽ മതി, ചാടി കടിക്കും. അങ്ങനെ പറഞ്ഞു കേൾക്കല്ല, സത്യമാണ്.